ആളുകൾ മരിച്ചു നിൽക്കുമ്പോൾ വെടിക്കെട്ട് വേണമെന്നൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉയരാനുള്ളൊരു സാധ്യത കൂടി കാണണ്ടേ? ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പൂരം നടത്താനാണ്. ഞങ്ങളൊരു നോമിനേറ്റഡ് ബോഡിയല്ല, ഇലക്റ്റഡ് ബോഡിയാണ്. ഇവിടെ ഇലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞങ്ങളോട് പറയുന്നതല്ലേ ഞങ്ങൾ ചെയ്യാം. അല്ലാണ്ട് ആ ഒരു വികാരം എന്താ വെച്ചാൽ ഇത് ദേവനുള്ളത് ദേവിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുവികാരം വന്നിട്ടത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവതരിപ്പിക്കും. അല്ല, അത് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ പല മീഡിയകളിലും പല ചർച്ചകളിലും ഇരുന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പൂരത്തിനെ ലൈവായിട്ട് കാണിച്ച് പരസ്യം കയറ്റി വിൽക്കുന്നതും ചാനലുകാരാണ്, അല്ലേ? അതെ, സമൂഹത്തിൻ്റെ അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് ആൾക്കാരവിടെ കാണിച്ചു തരും. പൂരം നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സമൂഹം ആരുടെ കൂടെയാണ് നിൽക്കണമെന്ന്, അല്ലേ? കുറച്ച് ആൾക്കാരുടെ കയ്യിലാണോ അതോ ഒരു 10-20 ലക്ഷം വന്നിട്ട് അതിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ ജനം ആരുടെ ഒപ്പാന്നുള്ളത് അന്ന് അറിയാൻ പറ്റും, അല്ലേ? അതാണല്ലോ. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തീർത്തും ശരിയാണ്. അതല്ല, റെസ്പോൺസ് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേശക്കാരുടെ വികാരമാണ് ശരി എന്നുള്ളതാണ് എൻ്റെ. എന്തായാലും ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണെന്ന് അവിടെ സർക്കാരിനെ തീരുമാനം അറിയിക്കും, അല്ലേ? അറിയിക്കും. അവരായിട്ട് കൂട്ടി യോജിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ മന്ത്രിതലത്തിൽ നിന്നുള്ള വല്ലവരും ഇതിന് ശേഷം യോഗത്തിന് ശേഷം വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും തരത്തിലുണ്ടായിട്ടില്ല? ഈ ആഡംബരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താ ഉദ്ദേശിക്കണേ? ആനകളുടെ എണ്ണം പാഠം ഏറ്റവും കൂടുതൽ അല്ല, ഏറ്റവും കൂടുതൽ റിച്വൽസ് ഉള്ളത് പാറമേക്കാവിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇളഞ്ഞിത്തറ അല്ലെങ്കിൽ ഇളഞ്ഞിച്ചോട്ടിലാണ്. അവിടെ വന്നിരുന്ന് താളം പിടിച്ചു എന്നുള്ളതാണ് സങ്കല്പം. അതിൻ്റെ ഇതായിട്ടാണ് പാണ്ടിമേളം മതിൽക്കകത്ത് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ കൊട്ടുന്നുള്ളൂ. കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പാണ്ടിമേളം മതിൽക്കകത്ത് കൊട്ടുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ പാറമേക്കാവിൻ്റെ മാത്രമാണ്. അതിൻ്റെ ഐതിഹ്യമുണ്ടും അതിന് കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ തൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് പോകുമ്പോൾ എല്ലാവിധ പ്രൗഢിയോടുകൂടി പോകണം എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ 15 ആനപ്പുറത്താണ് പാറമേക്കാവ് ഭഗവതി നമ്മുടെ മൂലസ്ഥാനത്തേക്ക് പോകുക. അതാണ് അതിൻ്റെ ഇത്. വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത് കോവിഡ് കാലത്ത് നമ്മൾ ചടങ്ങുകൾ മാത്രമാക്കിയിട്ടുണ്ട്. ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായ ആ സാഹചര്യത്തിൽ അങ്ങനെ കോവിഡ് കാലത്ത് ഒരു തവണ നമ്മൾ വേണ്ടാന്ന് വെച്ചു. പക്ഷേ പിന്നത്തെ കൊല്ലം നമ്മുടെ IPL മോഡലിൽ നിന്നാണ് അന്ന് നമ്മൾ പറഞ്ഞത്. ആൾക്കാരെ കൂടുതൽ വരുത്താണ്ട് അല്ലെങ്കിൽ 2-3 വാക്സിൻ എടുത്തവരെ മാത്രം കിടത്തിക്കൊണ്ടുള്ള പൂരം നടത്തി. അന്നും ഈ 15 ആനപ്പുറത്താണ് ഈ ഇളഞ്ഞിത്തറയിലേക്കൊക്കെ പോയിട്ടുള്ളത്. ഈ വെടിക്കെട്ട് നടത്താൻ കഴിയും, പകൽ വെടിക്കെട്ട് നടത്താൻ കഴിയും, അല്ലെങ്കിൽ രാത്രി വെടിക്കെട്ട് നടത്താൻ കഴിയുന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടോ മന്ത്രിതലത്തിൽ? ജീവിക്കുന്നത് തന്നെ ഒരു പ്രതീക്ഷയല്ലേ. നമ്മളടുത്ത മനുഷ്യർ ജീവിച്ചിരിക്കണ്ടോ എന്ന് നമുക്കറിയാം. എല്ലാവരും പ്രതീക്ഷ. ഇത്രയും ആളുകൾ മരിച്ചു നിൽക്കുമ്പോൾ വെടിക്കെട്ട് വേണമെന്നൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉയരാനുള്ളൊരു സാധ്യത കൂടി കാണണ്ടേ? ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പൂരം നടത്താനാണ്. ഞങ്ങളൊരു നോമിനേറ്റഡ് ബോഡിയല്ല, ഇലക്റ്റഡ് ബോഡിയാണ്. ഇവിടെ ഇലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞങ്ങളോട് പറയുന്നതല്ലേ ഞങ്ങൾ ചെയ്യാം. അല്ലാണ്ട് ആ ഒരു വികാരം എന്താ വെച്ചാൽ ഇത് ദേവനുള്ളത് ദേവിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുവികാരം വന്നിട്ടത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവതരിപ്പിക്കും.